എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്നലെ 29/7/2024 നടത്തിയ ഫീൽഡ് വർക്കർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 95/2024. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ എ, സുരേന്ദ്രനാഥ ബാനർജി. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ബി, ആത്മാറാം പാണ്ഡുരംഗ്. നാവിക കലാപം നടന്നത് എവിടെയാണ്? നാവിക കലാപം നടന്നത് ഓപ്ഷൻ സി, ബോംബെ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഓപ്ഷൻ ഡി, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യമേത്? മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഓപ്ഷൻ എ, അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഓപ്ഷൻ സി, 42ാം ഭേദഗതി. ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഓപ്ഷൻ ഡി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഓപ്ഷൻ ബി, ഭാഗം 4A. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ഓപ്ഷൻ എ, കെ കേളപ്പൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവുമാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, 1ഉം 2ഉം. തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഓപ്ഷൻ ബി, ഗൗരി പാർവതിഭായ്. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഓപ്ഷൻ എ, ഷു ഫെയ്ഹോങ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ സി, KV മനോജ് കുമാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. കാശ്മീർ, പഞ്ചാബ്, ഹൈദരാബാദ്, ജുനഗഡ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ബി, പഞ്ചാബ്. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഒരു നാട്ടുരാജാവ്, നെഹ്റു മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ 1 മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. ഭിലായ് USA, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. യോജിക്കാത്തത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ ആണ് യോജിക്കാത്തത്.
റഷ്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഭിലായ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ ഡോക്ടർ APJ അബ്ദുൽ കലാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? ഓപ്ഷൻ ബി 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കേരളത്തിലെ ഏത് നഗരത്തിനാണ് അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ഓപ്ഷൻ സി കോഴിക്കോട്. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി ഓം പ്രകാശ് ബിർള. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നുപോകുന്നത്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നുപോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. മലനാടിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. കേരളത്തിൻ്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കുവഹിക്കുന്നു. 650 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട. താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി. 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നത് സൈലന്റ് വാലിയിലാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ കാണാൻ കഴിയുന്നത് വരയാടുകളെയും. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ സി ഇടുക്കി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്. കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത്. ശരിയായ പ്രസ്താവന ഏതാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മയിലാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, ആരവല്ലി. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആരവല്ലി. സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്
ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി. 1, 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുടെ ഉദ്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡക് ആണ്. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരമേത്? ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഓപ്ഷൻ ബി. കോഴിക്കോട്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഓപ്ഷൻ ഡി. PR ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ഓപ്ഷൻ ബി. PT ഉഷ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി. ചെനാബ്. മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത്? മിയാൻഡർ. ഓപ്ഷൻ എ. നദി. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, ഭക്ഷണം ദഹിക്കുന്നു, മെഴുക് ഉരുകുന്നു. ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഓപ്ഷൻ സി. 1ഉം 3ഉം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി. നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യമേത്? ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഓപ്ഷൻ ബി. ആദിത്യ L1. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ്? ഓപ്ഷൻ ഡി. അയർലൻഡും UK-യും. രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, സതിയെ എതിർത്തു, ആര്യസമാജ സ്ഥാപകൻ, ആധുനിക വിദ്യാഭ്യാസം നേടി. രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. ആര്യസമാജ സ്ഥാപകൻ എന്ന പ്രസ്താവനയാണ് തെറ്റായത്. ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജ സ്ഥാപകൻ. SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ത്? SIP ഓപ്ഷൻ ഡി. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ ഓപ്ഷൻ എ. രക്തചംക്രമണം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ഓപ്ഷൻ സി. BR അംബേദ്കർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി. വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഓപ്ഷൻ ഡി. ലാക്റ്റിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ. കണ.
സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്. ജ്യോതിക സങ്കര ഇനം പയറുവിത്തിന് ഉദാഹരണമാണ്. കിരൺ സങ്കര ഇനം വെണ്ടയാണ്. മുക്തി സങ്കര ഇനം വഴുതനയാണ്. ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായവ. ഉജ്ജ്വല മുളകിൻ്റെ ഇനവും മുക്തി തക്കാളിയുടെ ഇനവുമാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നതെന്ന്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഓപ്ഷൻ ബി ഡിസംബർ 14. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഓപ്ഷൻ സി MS സ്വാമിനാഥൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഓപ്ഷൻ ഡി കണ്ണൂർ. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലാബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ ബാഷ്പീകരിക്കാനുള്ള കഴിവ്. ഓപ്ഷൻ സി 1ഉം 2ഉം. ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്. പ്രകാശ പ്രകടനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ്? പ്രകാശ പ്രകടനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ ബി മഴവില്ല്. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? പമ്പരം കറങ്ങുന്നത്, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ഊഞ്ഞാലിൻ്റെ ചലനം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഓപ്ഷൻ ബി സൗരോർജം വൈദ്യോർജ്ജമായി മാറുന്നു. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണെന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും, ഇലക്ട്രോൺ ഡയനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട്, ഓർഗാനിക് രസതന്ത്രവുമായി ബന്ധപ്പെട്ട്, സങ്കീർണമായ രാസപ്രക്രിയകൾ മനസ്സിലാക്കാനും പ്രവചിക്കാനും കഴിയുന്ന കാര്യക്ഷമമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള പഠനത്തിന്. ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനുമാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ലഗ്രാഞ്ചിയൻ പോയിന്റ്. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഓപ്ഷൻ എ ഡെങ്കിപ്പനി. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഓപ്ഷൻ സി മലമ്പനി. ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഓപ്ഷൻ ഡി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? അതിറോസ്ക്ലോറോസിസ്, പ്രമേഹം, ഹീമോഫീലിയ, ഹൃദയാഘാതം. ജീവിതശൈലി രോഗം അല്ലാത്തത് ഓപ്ഷൻ സി ഹീമോഫീലിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനം ഓപ്ഷൻ എ നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? എംഫിസീമ, ത്രോംബോസിസ്, അതിറോസ്ക്ലീറോസിസ്, ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഓപ്ഷൻ ഡി 1ഉം 4ഉം എംഫിസീമ, ബ്രോങ്കൈറ്റിസ്. ശരീരകലകളുടെ നിർമ്മാണത്തിനാവശ്യമായ പോഷക ഘടകം. ശരീരകലകളുടെ നിർമ്മാണത്തിനാവശ്യമായ പോഷക ഘടകം ഓപ്ഷൻ ബി മാംസ്യം. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? നിശാന്തത എന്ന രോഗത്തിന് കാരണം ഓപ്ഷൻ എ വിറ്റാമിൻ എ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് ഓപ്ഷൻ ബി വയോ അമൃതം.
HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ സി സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ബി ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻ ബി 1ഉം 3ഉം. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി നെതർലാൻഡ്. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ. 2 സംഖ്യകളുടെ ഉസാഗ 8ഉം സംഖ്യകളുടെ ഗുണനഫലം 256ഉമായാൽ സംഖ്യകളുടെ ലാസാഗു എത്ര? ഓപ്ഷൻ ബി 32. 0.232323 എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ഏത്? ഓപ്ഷൻ എ 23/99. താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻ സി 0.813 greater than 0.733 greater than 0.514. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളാകുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ബി 3, 4, 5. 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡിൽ? ഓപ്ഷൻ ഡി 50. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്നും 7ഉം താഴെ നിന്ന് 28ഉമാണ് എങ്കിൽ ആ ക്ലാസ്സിലാകെ കുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 34. രഘു, റാവു, റാം എന്നിവരുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 80 ആയാൽ 3 വർഷം മുൻപ് അവരുടെ ആകെ വയസ്സ് എത്ര? ഓപ്ഷൻ ഡി 71. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി 25. 1/3 - 1/6 + 1/9 വില കാണുക. ഓപ്ഷൻ എ 5/18. താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻ സി 1ലും 3ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? മലേറിയ പരത്തുന്ന കൊതുക് ഓപ്ഷൻ എ അനോഫിലസ്. കൊതുക് ജീവിചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം? ഓപ്ഷൻ സി 2 ആഴ്ച. കൊതുകിൻ്റെ ജീവിതചക്രം? ഓപ്ഷൻ എ മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? ജൈവിക നിയന്ത്രണം, ഫോഗിംഗ്, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക, പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. തന്നിരിക്കുന്ന എല്ലാം തന്നെ ശരിയായതാണ്. ദേശീയ ഡെങ്കി ദിനം? ദേശീയ ഡെങ്കി ദിനം ഓപ്ഷൻ ബി മെയ് 16. ഈച്ചകൾ പരത്തുന്ന രോഗം? കോളറ, അമീബിയാസിസ്, മഞ്ഞപ്പിത്തം, മന്ത്. ഈച്ചകൾ പരത്തുന്ന രോഗം ഓപ്ഷൻ ബി 1, 2 ശരി. കോളറ, അമീബിയാസിസ്. മണലീച്ച പരത്തുന്ന രോഗം? മണലീച്ച പരത്തുന്ന രോഗം ഓപ്ഷൻ സി കാലാസർ. സ്ക്രബ് ടൈഫസ്, ചെള്ളുപനി പരത്തുന്നതാര്? ഓപ്ഷൻ ഡി ചിഗർ മെയ്റ്റ്. ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏത്? ഓപ്ഷൻ ഡി കമ്പോസ്റ്റിംഗ്. ആഴമില്ലാത്ത ട്രഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത്? ഓപ്ഷൻ സി താത്കാലിക ക്യാമ്പുകൾ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.